വളരെ ചെറിയ പൈസയ്ക്ക് നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ സ്റ്റോക്കുകൾ മേടിക്കുക. അപ്പോൾ ഇന്നത്തെ പ്രൗഡ് അക്കൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങ് പറയാൻ പോകുന്നത് പെന്നി സ്റ്റോക്സിനെ പറ്റിയാണ്. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. എന്താണ് പെന്നി സ്റ്റോക്സ്, അല്ലെങ്കിൽ എന്താണ് പെന്നി സ്റ്റോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെന്നി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തുകയ്ക്ക്, അതായത് അവരുടെ ഷെയറിന്റെ വാല്യൂ വളരെ കുറവായിരിക്കും. ചെറിയൊരു തുകയ്ക്ക് നമുക്കത് മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. മറ്റ് സ്മോൾ ക്യാപ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് മൈക്രോ ക്യാപ്പ് എന്ന് വരെ പറയാൻ പറ്റുന്ന അത്രയും ചെറിയ കമ്പനികളായിരിക്കും അതിൽ ആ ഒരു കമ്പനീസിന്റെ ക്യാപിറ്റലൈസേഷൻ വരുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ചെറിയൊരു പ്രൈസിന് നമുക്ക് ആ ഒരു ഷെയർസ് മേടിക്കാം. അപ്പോൾ അതിന് നല്ലൊരു മൊമെന്റ്, അല്ലെങ്കിൽ പ്രൈസ് കൂടുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് അവർക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് പെന്നി സ്റ്റോക്കുകളിൽ ചെയ്യുമ്പോൾ ഉള്ള ഗുണം ദോഷം, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അതിന്റെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ലോ പ്രൈസ് ആയിരിക്കും, വളരെ ചെറിയ പ്രൈസ്. അതായത് മാക്സിമം ഒരു 70 രൂപയുടെ താഴെ അത്രയൊക്കെ വരുന്നതാണ് ഈ ഒരു പെന്നി സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണക്കാർ പറയുന്നത് മേ ബി 10 രൂപയുടെ താഴെയുള്ളതൊക്കെ ആയിരിക്കാം, എന്നാലും ഒരു 70 രൂപയുടെ താഴെ വരുന്നതൊക്കെ ഈ പെന്നി സ്റ്റോക്കിലാണ് പെടുന്നത്. സ്മോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പറഞ്ഞ പോലെ അവരുടെ മാർക്കറ്റ് വാല്യൂ, ടോട്ടൽ ക്യാപിറ്റൽ നോക്കുമ്പോൾ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ആ ഒരു മെത്തേഡ് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും സാധാരണ കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ. ലിമിറ്റഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ചെറിയ കമ്പനി ആയതുകൊണ്ട് അവർക്ക് ഫിനാൻഷ്യൽ റിസോഴ്സൊക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഹൈ റിസ്ക് ഓഫ് ഡിഫോൾട്ട് ഓർ ബാങ്ക്രപ്സി, അതായത് ഈ പറയുന്ന പോലെ ഈ കമ്പനീസിൽ പറയുന്ന ആ ഒരു ബാങ്ക്രപ്സി മാനിപ്പുലേഷൻ ഒക്കെ വരാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ചെറിയ കമ്പനീസ് ആയതുകൊണ്ട് അവർ ആ ഒരു മാനിപ്പുലേഷൻ സാധ്യതയുള്ള കമ്പനീസ് ആയിരിക്കാം മേ ബി. അതുപോലെ തന്നെ ലോ ട്രേഡിംഗ് വോളിയൂംസ്, അതായത് ക്വാണ്ടിറ്റി വോളിയൂംസും വളരെ കുറവായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഷെയർസിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. ലിമിറ്റഡ് റെഗുലേറ്ററി ഓവർസൈറ്റ്, അതായത് നിയമപരമായിട്ട് ഒരുപാട് ആ ഒരു തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഒരുപാട് നിയമ തടസ്സങ്ങൾ ഉള്ളതായിരിക്കില്ല ഈ കമ്പനീസ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെർട്ടിക്കുലർ ഷെയർസിൻ്റെ ഇതെല്ലാം. പൊട്ടൻഷ്യൽ ഫോർ മാനിപ്പുലേഷൻ ഫ്രോഡ്, അതായത് പെന്നി സ്റ്റോക്കുകളിൽ ഒരുപാട് ഫ്രോഡ് മാനിപ്പുലേഷൻ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് അവർ പറയുന്ന ഒരുപാട് കണക്കുകളും അതുപോലെ ഇതുപോലെ നടന്നിട്ടുള്ളതെല്ലാം കാണിക്കുന്നത്. ഈ ഒരു പെന്നി സ്റ്റോക്ക് ഇങ്ങനെ കയറും എന്ന് വിചാരിച്ച് ഒരുപാട് കാരണം അത് വോളറ്റിലിറ്റി കൂടുതലുള്ള ഒരു ടൈപ്പ് ഓഫ് ഷെയർസാണ് ഈ പെന്നി ഷെയർസ്. അപ്പോൾ ഒരുപാട് അപകട സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ പെന്നി സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അവരെ മെയിനായിട്ട് സ്മോൾ ആൻഡ് എമർജിങ് കമ്പനി, ചെറിയ കമ്പനീസ് ആയിരിക്കും, അതായത് അവർ ഉദ്ദേശിക്കുന്നത് എമർജ് ചെയ്ത് വരാൻ സാധ്യതയുള്ള കമ്പനീസ് ആയിരിക്കും. അത് അപ്പോൾ ചെറിയ സ്റ്റോക്ക് ആയിരിക്കും, അത് മേടിച്ച് നിങ്ങൾക്ക് നല്ല പ്രൈസിന് പ്രോഫിറ്റ് വരാൻ സാധ്യത. ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ്, അതായത് റിസ്ക് വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വോളറ്റിലിറ്റി കൂടുതലുള്ളതാണ് ഈ പെന്നി സ്റ്റോക്കുകൾ. അതായത് അപ്പർ സർക്യൂട്ട് അടിക്കുക അല്ലെങ്കിൽ ലോവർ സർക്യൂട്ട് അടിക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഇടയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ് പെന്നി സ്റ്റോക്ക്. പെട്ടെന്ന് ഒരു ദിവസം 10% പ്രോഫിറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടായിരിക്കാം, പിറ്റേ ദിവസം അതേപോലെ 10% താഴേക്കോ 20% താഴേക്കോ, അങ്ങനെയൊക്കെ പെന്നി സ്റ്റോക്കിൽ പെട്ടെന്ന് മൂവ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ലിമിറ്റഡ് ലിക്വിഡിറ്റി വളരെ കുറവാണ്. കാരണം ഇതിന് ഞാൻ പറഞ്ഞൊരു ചെറിയ സ്റ്റോക്കാണ്, വോളിയം കുറവാണ്, അതുകൊണ്ട് ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും. ലോ ട്രേഡിംഗ് വോളിറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഹൈ വോളറ്റിലിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പലരും വിചാരിക്കുന്നത്, ചിലർ വിചാരിക്കുക നമുക്ക് ചെറിയ പ്രൈസിന് മേടിക്കാം, അതുപോലെ തന്നെ പെട്ടെന്ന് എക്സിറ്റ് എടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് എൻട്രി എടുക്കാം, അപ്പോൾ പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാം, അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് ഒരുപാട് പേര് പെന്നി സ്റ്റോക്ക് നോക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഫിനാൻഷ്യലി വളരെ അൺസ്റ്റേബിൾ ആണ് പെന്നി സ്റ്റോക്കുകളെല്ലാം. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടം ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതലാണ്. പെട്ടെന്ന് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പെന്നി സ്റ്റോക്കുകളിൽ. അതുപോലെ ലാക്കിംഗ് ഓഫ് ട്രാൻസ്പെറൻസി, അതായത് ആ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ആ ഷെയറിൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഇനി വരുന്ന ആ ഒരു പ്രോഫിറ്റ് മേക്കിംഗ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇനി വരാൻ പോകുന്ന അവരുടെ നടത്തിപ്പ്, ഇതെല്ലാം ട്രാൻസ്പെറൻസി മൊത്തത്തിൽ കുറവായിരിക്കും. സബ്ജക്ട് ടു സ്കാംസ് ആൻഡ് മാനിപ്പുലേഷൻ, പറഞ്ഞ പോലെ ഒരുപാട് സ്കാംസ് നടക്കുന്നതാണ് ഈ പെന്നി സ്റ്റോക്കുകളിൽ. അപ്പോൾ നിങ്ങൾ പെന്നി സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ ഒരു ഷെയറിൻ്റെ വാല്യൂ, ഇപ്പോൾ 5 രൂപയുടെ ഷെയർ ആണെങ്കിൽ അതിനൊരു ഇരട്ടി 10 രൂപയുടെ നമുക്ക് ഇരട്ടി എമൗണ്ട് കിട്ടും എന്ന രീതിയിൽ മാത്രം എടുക്കാതെ കമ്പനിയുടെ പെർഫോമൻസ് ഇത് നോക്കി മാത്രം പെന്നി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരുപാട് മാനിപ്പുലേഷൻ വരുന്നതാണ് പെന്നി സ്റ്റോക്കുകൾ. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പോൾ പറയുമ്പോൾ ടാക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.